500 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. അതാണ് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് പറയണമെങ്കിൽ മിഡ് ക്യാപ്പിന്റെ നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ ഇതിൽ വരച്ചേക്കുന്ന കുറച്ച് മാറ്റമുണ്ട്. കാരണം മിഡ് ക്യാപ്പ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി വന്നിരിക്കുന്നത് 12,960 മുകളിൽ ബുള്ളിഷ് ആണ്. അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് വന്ന് 13,000, സെക്കൻഡ് ടാർഗറ്റ് 13,069 ആണ്. 13,000 അടിച്ചു. 13,000 പറയണമെങ്കിൽ 13,035 വരെ മിഡ് ക്യാപ്പ്. സോ ഫസ്റ്റ് ടാർഗറ്റ് വന്ന ഒരു ട്രിഗർ ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു കൃത്യമായിട്ട് മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതേ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് നമ്മളെ ബാങ്ക് നിഫ്റ്റി 56,175 മുകളിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബൈ ഉള്ളത്. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 56,175 മുകളിൽ അവൻ ബൈ എടുത്തു. ഫസ്റ്റ് ടാർഗറ്റ് 56,286 ഹിറ്റായി. സെക്കൻഡ് ടാർഗറ്റ് 56,410, നമ്മളെ സംബന്ധിച്ച് 56,410. സോ ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ബാങ്ക് നിഫ്റ്റി ഹിറ്റായ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പ് സൈഡിൽ ഉണ്ടായിരുന്നത്. അതേപോലെ നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയും ഏകദേശം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി 25,115 മുകളിൽ ബൈ, 189, 226, 294 ടാർഗറ്റ്. സോ നിഫ്റ്റി ആണെങ്കിൽ 115 മുകളിൽ ബൈ എടുത്തു. ഏകദേശം പറഞ്ഞാൽ 188 പോയത് മാത്രമുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി. സെക്കൻഡ് ടാർഗറ്റിന് തൊട്ട് അടുത്ത് ഏകദേശം പറഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് 226 ആണ്. 220 വരെ പോയ ഒരു കിട്ടുന്ന ദിവസം നിഫ്റ്റിയിൽ സംഭവിച്ചു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ടാർഗറ്റും അപ്സൈഡിൽ നിഫ്റ്റിക്ക് ഫസ്റ്റ് സെക്കൻഡും കിട്ടി, ബാങ്ക് നിഫ്റ്റിക്ക് ഫസ്റ്റ് സെക്കൻഡും കിട്ടി, മിഡ് ക്യാപ്പിന് ഫസ്റ്റ് ടാർഗറ്റ് മാത്രം. അപ്സൈഡ് റെഫറൻസ് എല്ലാം ട്രിഗർ ആയ ഒരു ദിവസവും കൂടെ ആയിരുന്നു നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കൃത്യമായിട്ട് കടന്നുപോയത്. സോ നമ്മളെ മിഡ് ക്യാപ്പ് നോക്കുമ്പോൾ ഒരു മിഡ് ക്യാപ്പ് ഒരു സ്മോൾ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഒരു ബുള്ളിഷ് മൂവ്മെന്റത്തിന്റെ ഒരു സിഗ്നലുകളൊക്കെ കാണുന്നുണ്ട്. അവൻ കഴിഞ്ഞ കുറെ ദിവസത്തിന് ശേഷമുള്ള ഒരു അപ്പർ ജേണി 1, 2, 3, 4 ഇന്ന് ഈ ഒരു അപ്വേർഡ് ജേണി 5 ദിവസമായിട്ട് ഈ 5 ദിവസം തുടങ്ങിയെങ്കിൽ കൂടി 1, 2, 3, 4 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു അപ്വേർഡ് ജേണിയാണ് പോകുന്നത്. സോ മിഡ് ക്യാപ്പിന്റെ പി ഒ സി നിൽക്കുന്നത് 12,987 ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ പി ഒ സി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മിഡ് ക്യാപ്പിന്റെ ഒരു പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യാം. 12,987 അവിടെയാണ് മിഡ് ക്യാപ്പിന്റെ പി ഒ സി നിൽക്കുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബുള്ളിഷ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു 13,068 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നു. എത്രയാണ്? 13,068 മുകളിൽ മാത്രമേ ഞാൻ മിഡ് ക്യാപ്പിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് 13,068 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് മൂവ്മെന്റം ഞാൻ ഇനി നോക്കുന്നുള്ളൂ. 13,068 മുകളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ടാർഗറ്റ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എങ്ങോട്ട് പോവാം? മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ 13,068 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 13,112 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം. 112ന്റെ ഭാഗത്തേക്ക് വരാം. സോ R1 എന്ന് പറയുമ്പോൾ 13,112ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പിന്റെ ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് ഈ പി യു സി 22 സെപ്റ്റംബറിന്റെ പി യു സിയെ 13,188ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,188ന്റെ ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 13,219ന്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 13,219ന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 13,068 മുകളിൽ മാത്രമേ നമുക്കൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ ബൈ 13,112, 13,188, 13,219ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു സിംഗിൾ പ്രിന്റ്, ഇന്നലെ വന്ന സിംഗിൾ പ്രിന്റ് 12,925 താഴെ സെല്ലിംഗിലേക്ക് നമുക്ക് വരാം. എത്രയാണ്? 12,925 താഴെ മിഡ് ക്യാപ്പിന്റെ സെല്ലിങ്ങിനെ കുറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,890 ഈ ഒരു വാല്യൂ ഏരിയ 12,897ന്റെ ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 12,897ന്റെ ഭാഗത്തേക്ക് ഫസ്റ്റ് അടുപ്പിച്ചാണ് ഫസ്റ്റ് ആയിരുന്നത്. അതിന് താഴെ ഈ പി ഒ സി 850ന്റെ ഭാഗത്തേക്ക് 12,850 12,850 ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 12,780
790ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തുള്ളൂ 4 ദിവസമായിട്ട് മാർക്കറ്റ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ ഈ ബുള്ളിഷ് റഫറൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതൽ. ഒരു ഓപ്പൺ ഓപ്ഷൻ OAOR ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അത് പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തിരിച്ച് ഒരു നോർമൽ ഡേ ആയിട്ടാണ് മിഡ് ക്യാപ്പ് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. ഡേ ടൈപ്പ് പ്രകാരം ഇറ്റ്സ് എ നോർമൽ ഡേ ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഉള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു ചെറിയൊരു സ്മോൾ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. സെയിം ബാലൻസ് ആണ്. അത് ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ഗ്യാപ്പ് ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഇന്നലത്തെ റേഞ്ചിന്റെ ഭാഗത്ത് തന്നെ ഓപ്പൺ ചെയ്തു. ഡേ ടൈപ്പ് പ്രകാരം ഒരു നോർമൽ ഡേ ആണ്. ഒരു നോർമൽ ഡേ അല്ല, ഒരു ബാലൻസ്ഡ് സ്ട്രക്ചർ ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. POC 56,362ന്റെ ഭാഗത്താണ് POC ഫോം ചെയ്തിരിക്കുന്നത്. സോ 56,362 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. ഞാൻ ആ POC ഒന്ന് ബാങ്ക് നിഫ്റ്റിക്ക് മാറ്റി വെക്കാം. ഇപ്പൊ വരുന്ന ബാങ്ക്സിന്റെ പ്രത്യേകിച്ച് അഡ്വാൻസ് ആയ HDFC ബാങ്കിന്റെ റിസൾട്ട് നല്ല പോസിറ്റീവായ രീതിയിലൊക്കെ മാർക്കറ്റിലേക്ക് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റ് ആ ഒരു മൊമെന്റം കാണിക്കുന്നു. ലാസ്റ്റ് ഒരു എക്സ്പയറി ആയതുകൊണ്ട് മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിംഗ് വന്ന് താഴേക്ക് ഇറങ്ങിയത്. 56,362 POC. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പഴയ ബൈ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പഴയ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്കാണ് ആശ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. സോ 56,360 നമുക്കിനി ബൈയിങ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇനി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56,440 മുകളിലാണ് ഞാൻ ഇതിന്റെ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നത്. 56,440 മുകളിൽ അല്ലെങ്കിൽ 56,500 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റഫറൻസ് ബാങ്ക് നിഫ്റ്റി കാണുന്നുള്ളൂ. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും? 56,500 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ 56,632 ഭാഗത്തേക്ക് പോകും. R1 എന്ന് പറയുമ്പോൾ 56,632 R1 ആണ്. 56,632ന്റെ ഭാഗത്തേക്ക് പോവാം. അവിടെ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 56,845 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,845ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 57,000 എന്ന് പറഞ്ഞ ആ ഒരു ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് R3. അപ്പൊ R3 എന്ന് പറയുമ്പോൾ 57,000ത്തിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. R3 എന്ന് പറയുമ്പോൾ 57,000 ആ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് ഒരു ചാൻസ് ഓഫ് മൂവ്മെന്റ് വളരെയധികം കാണുന്നു. സോ 56,500 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 56,632, 56,845, 57,000ത്തിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരെയുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ POC അല്ലെങ്കിൽ 55,940 താഴെ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ 55,940 താഴെ മാത്രമേ സ്പോട്ടിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ 55 ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ 55,810ന്റെ ഭാഗത്തേക്ക് വരാം. S1 എന്ന് പറയുമ്പോൾ 55,810 55,810യുടെ ഭാഗത്തേക്ക് വരാം. അതായിരിക്കും ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞാൽ 55,600ന്റെ ഭാഗത്തേക്ക് 637ന്റെ ഭാഗത്തേക്ക് വരാം. 55,637ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ POC നമ്മുടെ ഫ്രൈഡേയുടെ POC 55,490 55,490ന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 55,940 പൊട്ടയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആ സെല്ലിംഗ് എങ്ങോട്ട് വരാം? 55,810, 55,637, 55,490 എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പോൾ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. നോർമൽ ഡേ ബാലൻസ് ഡേ സ്ട്രക്ചറിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി അവസാനത്തെ കൊമ്പനായ നിഫ്റ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സോ നിഫ്റ്റി എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ നിഫ്റ്റി ഒരു പക്ക ഒരു T ഷേപ്ഡ് പ്രൊഫൈൽ, ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. POC വന്നിരിക്കുന്നത് 25,156ന്റെ ഭാഗത്താണ് POC വന്നത്. 25,156ന്റെ ഭാഗത്താണ് POC വന്നത്. 25,156ന്റെ ഭാഗത്താണ് POC ഒന്ന് വന്നിരിക്കുന്നത്.
ഇനി ഒരു ഫ്രഷ് മൊമെന്റോ എന്ന് പറയുമ്പോൾ 25,200 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. എത്രയാണ്? 25,200 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഒരു ബുള്ളിഷ് മൊമെന്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ 25,200 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ പഴയ റെഫറൻസിന്റെ ഭാഗത്തേക്ക് പോകാം. 205 എടുക്കാം. 25,205 മുകളിൽ എടുത്താൽ മതിയെ. 25,205 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,248 ഭാഗത്തേക്ക് പോകാം. R1 എന്ന് പറയുമ്പോൾ 25,248 25,248 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 25,291 25,291 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,357 എത്രയാണ്? 25,357 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും. സോ ചുരുക്കി പറഞ്ഞാൽ 25,205 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ POCകൾ 290, 326, 420 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ, അതായത് 25,500 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. അതാണ് ഞാൻ തമ്മിലേനി പറഞ്ഞ 25,500 വരുമോ എന്ന് ചോദിച്ചുള്ള ആൻസറിന് വന്നത്. സോ 25,205 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 25,500, 426, 25,500 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു POC 25,050 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് 25,050 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25,000 ഭാഗത്തേക്ക്, ആ ബിഗ് റൗണ്ട് നമ്പർ ആയ 25,000 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,942 24,942 ഭാഗത്ത് 24,942 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇന്നലത്തെ ലോവർ ലെവലായ 24,880 കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറിപ്പോയാണ്. 885 ഭാഗത്തേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടുക. നമുക്ക് കിട്ടില്ല ട്രേഡ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഈ ലെവലിൽ ഫോളോ ചെയ്ത് ട്രേഡ് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് പ്ലസിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. മെന്ററിങ്ങിന് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടാനും ശ്രമിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.